രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക വിവാദത്തിൽ പ്രതിരോധം തീർക്കാൻ സിപിഎമ്മിനെതിരെ പ്രത്യാക്രമണം ആരംഭിച്ചു കോൺഗ്രസ്. സിപിഎം കരുതിയിരിക്കണമെന്നും കേരളം ഞെട്ടുന്ന വാർത്ത വരുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. കരുതിയിരുന്നോളൂ എന്ന് പ്രതിപക്ഷ നേതാവിന്റെ ഭീഷണി. ഞാൻ എന്റെ ജസ്റ്റിസ് കണ്ടിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തുവാണെന്ന് നിങ്ങൾ വിചാരിക്കണം. അധികം കളിക്കരുത്. ഞെട്ടിപ്പോവും. അല്ല, വേണമെങ്കിൽ അങ്ങനെ എടുത്തോ. കേരളം ഞെട്ടിപ്പോവും. അതില്ല, വരുന്നുണ്ട്. ഇതുമായിട്ട് അല്ല, നോക്കൂ, വലിയ താമസമൊന്നും വേണ്ട. കഴിഞ്ഞ ദിവസം യുവമോർച്ച പ്രതിഷേധത്തിന് എഴുന്നള്ളിച്ച കാളയെ ഉപേക്ഷിക്കേണ്ട, രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് പ്രകടനം നടത്താൻ ഉപയോഗിക്കാമെന്ന് ബി.ജെ.പിക്കും വിയുടെ മുന്നറിയിപ്പുണ്ട്. അതുകൂടി കേൾക്കാം. പിന്നെ ബി.ജെ.പിക്കാരോട് എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുണ്ട്. ഇന്നലെ ഒരു കാളയുമായിട്ട് കന്റോൺമെന്റ് ഹൗസിലേക്ക് പ്രകടനം നടത്തി എല്ലാവരും. ആ കാളയെ കളയരുത്, അത് പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് കെട്ടിയിടണം. ഈ അടുത്ത ദിവസം ഒരാവശ്യം വരും ബി.ജെ.പിക്ക്. ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ഒരു പ്രകടനം നടത്തേണ്ട സ്ഥിതി പെട്ടെന്ന് ഉണ്ടാവും. കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല. അവിടെ കാളയെ ഉപേക്ഷിക്കരുത്. അതേസമയം സിപിഎമ്മിനെ പേടിപ്പിക്കേണ്ട എന്ന എം.വി. ഗോവിന്ദൻ തിരിച്ചടിച്ചു. മുകേഷിനെതിരെ ഉയർന്നത് പതിറ്റാണ്ട് പഴക്കമുള്ള പരാതി. മാങ്കൂട്ടത്തിനെതിരെയുള്ളത് തെളിവുകളുടെ പ്രവാഹം. ബോംബുകൾ വീണുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിനുള്ളിലെന്നും എം.വി. ഗോവിന്ദൻ. സിപിഎമ്മിന് ഒരു ഭയമില്ല. നിങ്ങൾക്ക് സിപിഎമ്മിന് ഒരു ഭയവുമില്ല. ഒരു ഭയവും സിപിഎമ്മിനില്ല കേട്ടോ. ഉണ്ടാവട്ടെ. പി.ആർ. പ്രവീണ ചേർന്നു തിരുവനന്തപുരത്തു നിന്നും. പ്രവീണ, ഇക്കാര്യത്തിൽ വി.ഡി. സതീശനെ മുൻപെങ്ങും കാണാത്ത വിധമുള്ളൊരു രീതിയിലുള്ള പ്രകടനമായിരുന്നു ഇന്നുണ്ടായിരുന്നത്. ഇന്നത്തെ ബൈറ്റുകളിലൊക്കെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ശരീരഭാഷ അടക്കം അല്പം വ്യത്യസ്തമായിരുന്നു. പക്ഷേ ഒരു ഭീഷണിയുടെ സ്വരമൊക്കെ അദ്ദേഹം ഉയർത്തുന്നു, സിപിഎമ്മിനെതിരെയും ബി.ജെ.പിക്കെതിരെയും. എന്നാൽ അതിന് മറുപടിയുമായി എം.വി. ഗോവിന്ദനും കൂടെ എത്തുന്നതാണ് നമ്മൾ കണ്ടത്. ഇന്നത്തെ ഒരു സാഹചര്യം മാത്രമല്ല, ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ എങ്ങനെ നോക്കിക്കാണുന്നു പ്രവീണ? എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന വിവാദങ്ങളിലൊക്കെ പാർട്ടി നിലപാട് പറഞ്ഞു, നടപടിയും എടുത്തു. ഇനിയുള്ളത് കടന്നാക്രമണമാണ്. അതിലേക്ക് കടക്കുകയാണ് എന്തായാലും പ്രതിപക്ഷം എന്നുള്ളതാണ്, കോൺഗ്രസ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതായത് ഇനി ആരെങ്കിലും രാഹുലിന്റെ വിവാദ വിഷയം ഉയർത്തി പ്രതിരോധിക്കാൻ വന്നാൽ അതിന് കൃത്യമായ മറുപടിയുണ്ട്. നിങ്ങളുടെ പാർട്ടിയിൽ മന്ത്രിമാരും എം.എൽ.എമാരും പാർട്ടി നേതാക്കളും ഒക്കെ ആയിരിക്കുന്നവർക്കെതിരെ ലൈംഗിക ആരോപണം ഉയരുകയും ചില കേസുകളിൽ പരാതിയിട്ട് അറസ്റ്റ് ഉൾപ്പെടെ നടത്തുകയും ചെയ്തിട്ട് എന്ത് ചെയ്തു പാർട്ടി എന്നുള്ള ചോദ്യമാണ് ഉയരുക. അതിന് മുകളിലേക്ക് പാർട്ടി കടന്നിരിക്കുന്നു എന്നാണ് ഇന്നത്തെ വി.ഡി. സതീശന്റെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ചില തെളിവുകൾ ഉണ്ട്, അത് ഉടൻ പുറത്തു വരും എന്ന് പറയുമ്പോൾ സിപിഎമ്മും ബി.ജെ.പിയും കരുതിയിരിക്കണം എന്നുള്ള സൂചന കൂടി നൽകുന്നുണ്ട്. അതൊരു മുന്നറിയിപ്പ് കൂടിയാണ്. അത് ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് ലക്ഷ്യം കണ്ടല്ല, അതിനു മുൻപ് തന്നെ തെളിവുകളടക്കം വരും. താൻ തന്നെയാണ് ആധികാരികമായി പറയുന്നു എന്ന് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ പോലെ ആധികാരികമായ ഒരു നേതാവ് ഇത്തരം ഒരു കാര്യം തുറന്ന് പറയുമ്പോൾ അതിൽ എന്തോ ഉണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. എന്തായാലും പ്രത്യാക്രമണത്തിന് തയ്യാറെടുത്ത് കഴിഞ്ഞു കോൺഗ്രസ്. അതുകൂടി കൊണ്ടാണ് ഇന്ന് വി.ഡി. സതീശൻ തന്നെ ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയത്. വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടാനാണ് നീക്കം. എന്തായാലും നിലവിൽ ബി.ജെ.പിയെയും സി.പി.എമ്മിനെയും കടന്നാക്രമിക്കുന്നത് ഈ രാഹുലിനെതിരെയുള്ള നടപടികൾ ചൂണ്ടിക്കാട്ടിയാകും. രാഹുലിനെതിരെ നടപടി, പാർട്ടി നടപടി എല്ലാം എടുത്തു കഴിഞ്ഞു, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് പറഞ്ഞാണ് നിങ്ങൾക്ക് ഞങ്ങളെ കുറ്റപ്പെടുത്താനുള്ളത്? പകരം നിങ്ങൾ ചെയ്ത് കാണിക്കൂ, പുതിയ ആരോപണങ്ങൾ വരുമ്പോൾ അതിലും നടപടി എടുത്തു കാണിക്കൂ എന്നുള്ള ഒരു പ്രതിരോധവും മുന്നറിയിപ്പും കൂടിയാണ് വി.ഡി. സതീശൻ നൽകുന്നത്. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ ഈ അടുത്ത കാലത്തെങ്ങും സോളാറിന്റെ സമയത്ത് ഒന്നോ രണ്ടോ നേതാക്കൾക്കെതിരെ നിരന്തരം ആരോപണം ഉയർന്നിരുന്നുവെങ്കിൽ ഇത് പരസ്പര ആരോപണത്തിലേക്ക് പോവുകയാണ്. തെളിവുകളടക്കം പുറത്തുവിട്ടുകൊണ്ട് ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ സമീപകാലത്തെങ്ങും കാണാത്ത വിധത്തിലുള്ള പ്രത്യാക്രമണമാണ് വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്നത് എന്ന് വേണം ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ. ശരി പ്രവീണ, എങ്ങനെയാണ് ആ പ്രത്യാക്രമണം എന്ന് നമുക്ക് നോക്കാം. പി.ആർ. പ്രവീണയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.